ശരി വിജയകുമാറെ, ഇപ്പോൾ ശ്രീനിവാസന്റെ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ശക്തിയായ, വളരെ മൂർച്ചയേറിയ ഹാസ്യം കൊണ്ട് ശ്രീനിവാസൻ ചില കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. പലപ്പോഴും എന്നാൽ അതൊന്നും ആരെയും നോവിക്കാത്ത, ആർക്കും എതിർക്കാൻ കഴിയാത്ത തരത്തിൽ വളരെ സൂക്ഷ്മതയോടു കൂടി അത് നടത്താൻ ശ്രീനിവാസൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതിപ്പോൾ നമ്മളുടെ സൂപ്പർ താരങ്ങൾക്കൊക്കെ അവരുടെ താരപരിവേഷങ്ങളെ മാറ്റി സാധാരണ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള അവസരം ശ്രീനിവാസൻ്റെ തിരക്കഥകളിലുണ്ടായിരുന്നു. മാത്രമല്ല പലപ്പോഴും ഈ സൂപ്പർ താരങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അവരുടെ സ്വഭാവ രീതികളൊക്കെ തന്നെ ഒരു കഥാപാത്രത്തിലേക്ക് നൽകി അതിനെ വളരെ ഒരു ആക്ഷേപഹാസ്യത്തോടു കൂടി അവതരിപ്പിക്കുക. അങ്ങനെ അവർ പോലും അറിയാതെ അവരുടെ ചില പോരായ്മകളെയോ അവരുടെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങളെയോ ഒക്കെ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമകളുടെ പേര് നമ്മൾ പറയണമെന്നില്ല. പക്ഷെ അപ്പോൾ പോലും ചില വിമർശനങ്ങളൊക്കെ ആ കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോഴും ശ്രീനിവാസൻ അതിനെയൊക്കെ വളരെ നർമ്മത്തോടു കൂടി തന്നെ നേരിടുകയും, എന്നാൽ നിലപാടുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ കാര്യങ്ങളിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതെ ആ ശ്രീനിവാസൻ ശൈലി എല്ലാ കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ആ കാര്യം കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാം എന്ന് തോന്നുന്നു. മാത്രമല്ല രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിലും ആണെങ്കിലും ഒക്കെ ഒരു നിലപാടുണ്ടാവുകയും ആ നിലപാട് ഉറച്ചു പറയുകയും ഒക്കെ ചെയ്യും. പല വേദികളിലും ശ്രീനിവാസൻ അദ്ദേഹം ഒരു വലിയ വിശ്വാസിയായിരുന്നില്ല, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. മാത്രമല്ല പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് നടപ്പ് രീതികളോട് പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ചില സാമ്പ്രദായിക രീതികളോട് അദ്ദേഹം മുഖം തിരിഞ്ഞു നിന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നല്ല ശക്തമായ ഭാഷയിൽ തെളിമയാർന്ന ആശയങ്ങളായി പൊതുജനങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ മെഡിസിനെ കുറിച്ചൊക്കെ ശ്രീനിവാസന് വലിയ വിയോജിപ്പുകളുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രകൃതി ചികിത്സ, സ്വാഭാവികമായ നാട്ടുവൈദ്യം പോലെയുള്ള കാര്യങ്ങളിൽ ശ്രീനിവാസൻ താല്പര്യമുണ്ടായിരുന്നു. അതൊക്കെ പലയിടങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ വിളിച്ചു വരുത്തുമ്പോഴും ശ്രീനിവാസൻ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.